afternoon to all. Welcome to our business studies class. In the previous class, we discussed about steps in staffing process. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാഫിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. In this class, we are going to discuss about recruitment. What is recruitment? Recruitment means searching for candidates and persuading them to apply for the job. അതായത് ജോലിക്ക് വേണ്ടി ആളുകൾ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിക്രൂട്ട്മെന്റ്. What are the sources of recruitment? Mainly there are two sources of recruitment, internal sources and external sources. ഇനി അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Recruitment is the process of searching for prospective employees and stimulating them to apply for the post. This is the process of identification of different sources of employees required for an organization. എന്താണ് റിക്രൂട്ട്മെൻറ്റ്? റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായ ആളുകളെ കണ്ടെത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിക്രൂട്ട്മെൻറ്റ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിക്രൂട്ട്മെൻറ്റ്. This helps the organization to fill the vacancies with suitable people. ഇതെന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ വേക്കൻസീസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷനിൽ ആളുകളെ കണ്ടെത്തുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഈസ് കാൾഡ് എ പോസിറ്റീവ് പ്രോസസ് ബിക്കോസ് ഇറ്റ് എൻകറേജ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ടു അപ്ലൈ ഫോർ ദ ജോബ്. റിക്രൂട്ട്മെൻറ്റിന് ഒരു പോസിറ്റീവ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, റിക്രൂട്ട്മെൻറ്റ് മാക്സിമം ആളുകളെ എന്താണ് മാക്സിമം ആളുകളെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് റിക്രൂട്ട്മെൻറ്റിനെ ഒരു പോസിറ്റീവ് പ്രോസസ് എന്നാണ് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് അക്കോർഡിംഗ് ടു എഡ്വിൻ ബി പ്ലിഫോം, റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് പീപ്പിൾ ഹു ആർ ലൈക്ലി ടു ബിക്കം ദ സ്റ്റാഫ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് പെർസ്യൂഡിങ് ദം ടു അപ്ലൈ ഫോർ ദി ജോബ്. എന്താണ് റിക്രൂട്ട്മെൻറ്റ്? റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ്. ഫോർ വാട്ട് പർപ്പസ്? ഹു ആർ ലൈക്ലി ടു ബിക്കം ദി സ്റ്റാഫ്. ഓരോ ഓർഗനൈസേഷന് അനുയോജ്യമായ സ്റ്റാഫിനെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിക്രൂട്ട്മെൻറ്റ്. ആളുകളെ എന്താണ്, പെർസ്യൂഡിങ് മീൻസ് പ്രേരിപ്പിക്കുക അല്ലേ, അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിക്രൂട്ട്മെൻറ്റ്. നെക്സ്റ്റ്, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സ് മെയിൻലി ദർ ആർ ടു സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സ് മെയിനായിട്ട് രണ്ട് തരത്തിലാണുള്ളത്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ സോഴ്സ് ആൻഡ് സെക്കൻഡ് വൺ എക്സ്റ്റേണൽ സോഴ്സ്. ഇൻറ്റേർണൽ സോഴ്സും അതുപോലെ എക്സ്റ്റേണൽ സോഴ്സും. എന്താണ് ഇൻറ്റേർണൽ സോഴ്സ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഇൻറ്റേർണൽ, വിത്തിൻ ദി ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ സോഴ്സ്. അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ സോഴ്സ്? ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, അതായത് ഓർഗനൈസേഷൻ്റെ പുറത്തുനിന്ന് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് റെഫേഴ്സ് ടു റിക്രൂട്ടിംഗ് ഫ്രം പീപ്പിൾ ഹു ആർ ഓൾറെഡി വർക്കിംഗ് ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ നിന്നും അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ source of recruitment. The existing staff of an organization is the internal source of recruitment. അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് വിൽ ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ലോയൽറ്റി, സിൻസിയറിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ എന്താണ്, ഓർഗനൈസേഷനുള്ള ആത്മാർത്ഥത കൂടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. The following are the main internal source of recruitment. The main internal source of recruitment are, first one transfer, second one promotion. Internal source of recruitment main ആയിട്ട് രണ്ടെണ്ണമാണ്. ഫസ്റ്റ് വൺ ട്രാൻസ്ഫറും സെക്കൻഡ് വൺ പ്രൊമോഷൻ. ദെൻ എന്താണ് ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ ഈസ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ ഇൻ ദി സെയിം ഓർഗനൈസേഷൻ. അതായത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ വിൽ നോട്ട്
have any change in position, responsibility or remuneration. ഇനി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഓർഗനൈസേഷനിൽ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറ്റുക, അത്രയേ ഉള്ളൂ ട്രാൻസ്ഫർ. അതായത് അവിടെ അവരുടെ സാലറിയിൽ ചേഞ്ച് വരില്ല, അതുപോലെ റെസ്പോൺസിബിലിറ്റിയിലും ചേഞ്ച് വരില്ല, അവരുടെ പൊസിഷനിലും ഒന്നും ചേഞ്ച് വരില്ല. ഒരു സ്ഥലത്ത് നിന്ന് എന്താണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക, അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ. ദിസ് ഡസ് നോട്ട് അഫക്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദി ഓർഗനൈസേഷൻ. ഇത് ഓർഗനൈസേഷൻ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസിലൊന്നും മാറ്റം വരില്ല. അതായത് എന്താണ് ഒരാളേനെ ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റുക, അതാണ് ട്രാൻസ്ഫർ. നെക്സ്റ്റ് പ്രൊമോഷൻ. പ്രൊമോഷൻ ഈസ് ദ ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം എ ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷൻ. എന്നാൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു എംപ്ലോയിനെ ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് മാറ്റുന്നതിനെ പറയുന്ന പേരാണ് പ്രൊമോഷൻ. ദ ക്രൈറ്റീരിയ ഓഫ് പ്രൊമോഷൻ ആർ ദ ക്വാളിഫിക്കേഷൻ ആൻഡ് സീനിയോറിറ്റി ഓഫ് ആൻ എംപ്ലോയി. ഇനി ചില മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രൊമോഷൻ നടത്തുന്നത്. അതായത് സീനിയോറിറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടൊക്കെ എന്താണ് ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിക്ക് താഴ്ന്ന ജോലിയിൽ നിന്ന് ഉയർന്ന ജോലിയിലേക്കുള്ള സ്ഥലം മാറ്റം കൊടുക്കുക, അതിനെ പറയുന്ന പേരാണ് സ്ഥാനക്കയറ്റം കൊടുക്കുക, അതിനെ പറയുന്ന പേരാണ് പ്രൊമോഷൻ. അതായത് ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിനെ, അതായത് ഒരു പിയൂണിനെ ക്ലർക്കാക്കി മാറ്റുക, അതിനെ പറയുന്ന പേരാണ് എന്ത്, പ്രൊമോഷൻ. പ്രൊമോഷൻ ഗിവ്സ് ആൻ എംപ്ലോയി ഹയർ പൊസിഷൻ ആൻഡ് റെമ്യൂണറേഷൻ ആസ് വെൽ ആസ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റീസ്. ഇനി പ്രൊമോഷൻ എന്താണ്, എംപ്ലോയീസിന് റെസ്പോൺസിബിലിറ്റി കൂടും, അതുപോലെ റെമ്യൂണറേഷൻ കൂട്ടും, അതുപോലെ എന്താണ് അവർക്ക് ഹയർ പൊസിഷനും ആയിരിക്കും. പ്രൊമോഷനിൽ എന്താ സംഭവിക്കുന്നത്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടും, അതുപോലെ അവരുടെ സാലറിയിൽ മാറ്റം വരും, അതുപോലെ അവരുടെ പൊസിഷനിലും മാറ്റം വരും. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇനി ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് വിൽ മോട്ടിവേറ്റ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. സെക്കൻഡ് വൺ, ലോയൽറ്റി ഓഫ് എംപ്ലോയി ടുവാർഡ്സ് ദ ഓർഗനൈസേഷൻ ഇൻക്രീസസ്. തേർഡ് വൺ, it is an economical source of recruitment. Next, it improves employer-employee relationship. Then, next one, create a sense of security among the workers. Next one, it improves the morale of employees. It will motivate the existing employees. എംപ്ലോയീസിൻ്റെ ഇടയിൽ എന്താണ്, ഒരു മോട്ടിവേഷനാണ് റിക്രൂട്ട്മെൻറ്റ്. അതായത് ഈ ഒരാൾക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള എംപ്ലോയീസിന് എന്താണ്, ഒരു മോട്ടിവേഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഇംപ്രൂവ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓർഗനൈസേഷനിൽ എന്താണ് എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്, അയാൾ ഒരിക്കലും ഔട്ട്സൈഡർ അല്ല, ഓർഗനൈസേഷന് ഉള്ളിലുള്ള ഒരാളെ തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് അവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യും. ദെൻ നെക്സ്റ്റ്, ലോയൽറ്റി ഓഫ് ദ എംപ്ലോയി ടുവാർഡ്സ് ദ ഓർഗനൈസേഷൻ ഇൻക്രീസ്. അതായത് ഒരു എംപ്ലോയിക്ക് ഓർഗനൈസേഷനോടുള്ള ആത്മാർത്ഥത എന്താണ്, ഇൻക്രീസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഇംപ്രൂവ് ദ മൊറൽ ഓഫ് എംപ്ലോയീസിൻ്റെ മൊറൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ദെൻ ക്രിയേറ്റ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി എമംഗ് വർക്കേഴ്സിൻ്റെ ഇടയിൽ എന്താണ് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ഒരു മതിപ്പ് ആരുടെ ഇടയിൽ ഉണ്ടായിരിക്കും, വർക്കേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കും. These are the advantages of recruitment. Next, disadvantages of internal source of recruitment. Internal source of recruitment disadvantages. First one, internal source of recruitment is not suitable for new organization. Internal source of recruitment ഒരിക്കലും ഒരു പുതിയൊരു ഓർഗനൈസേഷന് സ്യൂട്ടബിൾ അല്ല. സെക്കൻഡ് വൺ, ഇറ്റ് റെഡ്യൂസസ് ദ സ്കോപ്പ് ഫോർ ഫ്രഷ് ടാലൻറ്റ്. നെക്സ്റ്റ് വൺ എന്താണ്, ഫ്രഷ് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ സ്കോപ്പ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് സഹായിക്കുക, ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റെഡ്യൂസ്. അതായത് ഫ്രഷ് ബ്ലഡ്, അതായത് നല്ല വർക്ക് ചെയ്യുന്ന ആളുകൾ പുറത്തുണ്ടായിരിക്കില്ല, അവരുടെ എന്താണ് അവസരങ്ങൾ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഏതുകൊണ്ട്, ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ദെൻ നെക്സ്റ്റ്, സഫീഷ്യൻ്റ്ലി ക്വാളിഫൈഡ് പീപ്പിൾ മേ നോട്ട് ബി അവൈലബിൾ ഇൻ ദി ഓർഗനൈസേഷൻ. ഒരുപക്ഷെ എന്താണ് ആവശ്യത്തിലുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കണം എന്നില്ല ഈ ഒരു പോസ്റ്റിലേക്ക് മാറ്റുന്നത്. സഫീഷ്യൻ്റ്ലി ക്വാളിഫൈഡ് പീപ്പിൾ മേ നോട്ട് ബി അവൈലബിൾ ഇൻ ദി ഓർഗനൈസേഷനിൽ ക്വാളിഫൈഡ് ആയുള്ള ആളുകളെ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. നെക്സ്റ്റ്, ആബ്സെൻസ് ഓഫ് ടാലൻറ്റഡ് അപ്ലിക്കൻസ് ഫ്രം ഔട്ട്സൈഡ് വിൽ റെഡ്യൂസ് സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. ആബ്സെൻസ് ഓഫ് ടാലൻറ്റഡ് അപ്ലിക്കൻസ് ഫ്രം ഔട്ട്സൈഡ് വിൽ റെഡ്യൂസ് സെൻസ് ഓഫ് കോമ്പറ്റീഷൻ.
ഇനി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ കുറയും, മത്സരം കുറയുകയാണ് ചെയ്യുക. ദീസ് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. നെക്സ്റ്റ് നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്താണെന്ന് നോക്കാം. വെൻ ദ എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ ആർ ഇന്നാഡിക്വേറ്റ് ഓർ അൺസ്യൂട്ടബിൾ, മാനേജ്മെന്റ് ലുക്ക് ഫോർ എംപ്ലോയീസ് ഫ്രം ഔട്ട്സൈഡ്. അതായത് എന്താണ്, ഓർഗനൈസേഷനിൽ മതിയായിട്ടുള്ള ആളുകളില്ലെങ്കിൽ എന്താണ്, ഓർഗനൈസേഷൻ പുറത്തുനിന്നുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ സോഴ്സ്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് റെഫേഴ്സ് ടു റിക്രൂട്ടിംഗ് എംപ്ലോയീസ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പുറത്തുനിന്ന് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ദ ഫോളോയിങ് ആർ ദ മെയിൻ എക്സ്റ്റേണൽ സോഴ്സസ്. മെയിൻ എക്സ്റ്റേണൽ സോഴ്സസ്. ഫസ്റ്റ് വൺ, direct recruitment. Second one, advertisement. Third one, placement agencies and management consultants. Fourth one, labor contractors. Next one, campus recruitment. Next one, employment exchange. Then recommendation of employees. Next one, casual callers. Next one, recruitment at factory gate. Last one, web publishing. First one, direct recruitment. Sometimes the organization pastes notice at the gate of their office or factories stating the vacant ജോബ് പൊസിഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് അവരെന്താണ്, ആ ഓർഗനൈസേഷനിൽ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് ഒട്ടിക്കും. അതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. അതിൽ അവരെന്താണ്, ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും അതുപോലെ സെലക്ഷൻ ഏത് മാനദണ്ഡം അനുസരിച്ചാണ് അവർ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടൊരു നോട്ടീസ് ബോർഡ് ഒട്ടിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഇത് എന്താണ്, എക്സ്പെൻസീവ് അല്ല, ഇത് എന്താണ്, ഇൻഎക്സ്പെൻസീവാണ്, ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു റിക്രൂട്ട്മെൻറ്റാണ്. ദെൻ സെക്കൻഡ് വൺ, അഡ്വർടൈസ്മെൻറ്റ്. Advertisement is one of the best method for recruiting qualified and experienced person. ഏറ്റവും നല്ലൊരു മെത്തേഡാണ് എന്ത്, അഡ്വർടൈസ്മെൻറ്റ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിനുള്ളൊരു ബെസ്റ്റ് മെത്തേഡാണ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് ഇൻ TV, ന്യൂസ് പേപ്പർ, ജേർണൽസ് എക്സെട്ര വിൽ അട്രാക്ട് എ ലാർജ് നമ്പർ ഓഫ് അപ്ലിക്കൻറ്റ്. ഇതെന്താണ്, ഒരുപാട് ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. TVയിലും അതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. ദെൻ തേർഡ് വൺ, placement agencies and management consultants. Placement agencies and management consultants means there are certain consulting establishment which act as a mediator between the organization and job seekers. Consulting agencies എന്താണ്, ജോബ് സീക്കേഴ്സിൻ്റെ അതുപോലെ ഓർഗനൈസേഷൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കാൻ ചെയ്യുക. ഇപ്പോൾ ഒരു കമ്പനിക്ക് ആളുകളെ ആവശ്യമുണ്ടെങ്കിൽ ആ കമ്പനി ആരോട് പറഞ്ഞാൽ മതി, കൺസൾട്ടിങ് ഏജൻസിനോട് പറഞ്ഞാൽ മതി. അവർ ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ, ഒരു പോസ്റ്റിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒന്നുകിൽ കമ്പനി നേരിട്ട് അപ്പോയിൻമെൻറ്റ് നടത്തും, അല്ലെങ്കിൽ കൺസൾട്ടിങ് ഏജൻസി വഴി അപ്പോയിൻമെൻറ്റ് നടത്തും. അത്തരം അപ്പോയിൻമെൻറ്റ് നടത്തുന്നതിന് കൺസൾട്ടിങ് ഏജൻസി എന്താണ്, ഒരു ലെവി ഫീസ്, ഒരു എമൗണ്ട് ഫീസായിട്ട് അവരുടെ കയ്യിൽ നിന്നും ചാർജ് ചെയ്യും. അതാണ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ്. ലേബർ കോൺട്രാക്റ്റേഴ്സ്. ലേബർ കോൺട്രാക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേബർ കോൺട്രാക്റ്റേഴ്സ് ആർ ദോസ് ഹൂ മേക്ക് വർക്കേഴ്സ് അവൈലബിൾ ഇൻ ദി ഓർഗനൈസേഷൻ ഓൺ ടെമ്പററി ബേസിസ്. അതെന്താണ്, താൽക്കാലികമായിട്ട് ആളുകളെ എത്തിച്ചു കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ലേബർ കോൺട്രാക്റ്റേഴ്സ്. യൂഷ്വലി വർക്കേഴ്സ് ഹൂ ഡു നോട്ട് നീഡ് എനി സ്പെഷ്യൽ സ്കിൽ ആർ അപ്പോയിൻറ്റഡ് ഇൻ ദിസ് വേ. അതിന് പ്രത്യേകിച്ച് സ്കില്ലും കാര്യങ്ങളൊക്കെ ഒന്നും അവർക്ക് ആവശ്യമില്ല. കോൺട്രാക്റ്റേഴ്സ് ഷുഡ് ബി ഗിവൺ കമ്മീഷൻ ഫോർ പ്രൊവൈഡിങ് ദി വർക്കേഴ്സ് റിക്വയർഡ് ഫോർ ദി ഓർഗനൈസേഷൻ. ഇനി എന്താണ്, കോൺട്രാക്റ്റേഴ്സിന് എന്താണ് ഒരു കമ്മീഷൻ ആര് പ്രൊവൈഡ് ചെയ്യും, കമ്പനി പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, educational institutions. Business enterprises have a practice of selecting brilliant students directly from the educational institution to fill up suitable position in the companies. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വന്നിട്ട് ആളുകളെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദിസ് ഈസ് കാൾഡ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് എന്നാണ് ഇതിന് പറയുക.
മാനേജ്മെൻറ്റ് ട്രെയിനീസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ് ആർ സെലക്ടഡ് ത്രൂ ദിസ് സിസ്റ്റം. മാനേജ്മെൻറ്റ് ട്രെയിനീസിനെ അതുപോലെ എഞ്ചിനീയേഴ്സിനെ സയൻറ്റിസ്റ്റിനെയൊക്കെയാണ് ഈ ഒരു രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. Job seekers register their name with the employment exchange, giving details such as their names, educational qualification and work experience. Employment exchange connect job seekers with the business organization which need workers. Employment exchanges are usually under the control of government. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. അവിടെ നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇനി ഒരു ഓർഗനൈസേഷന് എംപ്ലോയീസിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അവരുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ, ആ ഓർഗനൈസേഷന് വേണ്ട ക്വാളിഫിക്കേഷനുള്ള ആളുകളെ ആർക്ക് നൽകും? ഓർഗനൈസേഷന് നൽകും. അതിനെ പറയുന്ന പേരാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് ഒരു ഗവൺമെൻറ് അണ്ടറിൽ പ്രവർത്തിക്കുന്നതാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. ദെൻ നെക്സ്റ്റ് റെക്കമെൻഡേഷൻ. എന്താണ് റെക്കമെൻഡേഷൻ? അതായത് ആ ഓർഗനൈസേഷനിൽ ഉള്ള എംപ്ലോയീസ് അവരുടെ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണ് ജോലിക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ പറയുന്ന പേരാണ് റെക്കമെൻഡേഷൻ. Many firms encourage their employees to recommend the name of their relatives and friends to fulfill the vacant job position. Such appointments are usually done at lower levels. This helps to win the confidence of the existing employees. എന്താണ് ലോവർ ലെവൽസിലേക്കൊക്കെയാണ് എന്ത് അങ്ങനെ റെക്കമെൻഡേഷൻ്റെ മുകളിൽ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ കാഷ്വൽ കോളേഴ്സ്. Qualified candidates send their biodata to the institutions even when applications are not called for. അതായത് ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ അവരുടെ ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ എന്താണ് ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക. അവിടെ എപ്പോഴെങ്കിലും ജോലി ഒഴിവുണ്ടാകുമ്പോൾ അവരെ വിളിക്കണം എന്നുള്ള റിക്വസ്റ്റ് ആയിട്ട് അവർ ഡേറ്റകളൊക്കെ ഓർഗനൈസേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക. അതിനെ പറയുന്ന പേരാണ് കാഷ്വൽ കോളേഴ്സ്. ഇനി ഓർഗനൈസേഷനിൽ ഒഴിവുണ്ടാകുന്ന സമയത്ത് എന്താണ് അവരാ ഡേറ്റ നോക്കിയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂഷൻ കീപ് ദ ഡേറ്റാബേസ് ഓഫ് സച്ച് അൺസോളിസൈറ്റഡ് അപ്ലിക്കൻസ് ആൻഡ് കൺസിഡർ ദം ഫോർ അപ്പോയിൻമെൻറ്റ് വെൻ വേക്കൻസീസ് അറൈസ്. ഇനി അങ്ങനെ വേക്കൻസീസ് വരികയാണെങ്കിൽ എന്താണ് അത്തരം അപ്ലിക്കേഷൻസ് ആര് പരിഗണിക്കും? ഈ ഓർഗനൈസേഷൻ പരിഗണിക്കും. വെബ് പബ്ലിഷിംഗ്. എന്താണ് വെബ് പബ്ലിഷിംഗ്? In internet, there are certain websites specifically designed to provide information regarding the job seekers and the companies which have vacant job position. വെബ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നെറ്റ് വഴിയൊക്കെ എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നോക്കിയിട്ട് അതിൽ ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ് വെബ് പബ്ലിഷിംഗ്.